guys, welcome back to my channel. ഇന്ന് ഞാൻ ഒരു ക്വിക്ക് ആയിട്ട് ഒരു മേക്കപ്പ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ കൊച്ചിയിലാണ്, എൻ്റെ വീട്ടിലല്ല. സെറ്റപ്പ് ഒക്കെ മാറിയിരിക്കണുണ്ടല്ലേ. സോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നോക്കുന്നുണ്ട് കേട്ടോ. ഇത് മിററാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് പുറത്തൊക്കെ പോകുമ്പോൾ ക്വിക്കായിട്ടൊരു മേക്കപ്പ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ചില സമയത്ത് ഞാൻ ഫൗണ്ടേഷൻ ഉപയോഗിക്കാറില്ല, ചില സമയത്ത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുണ്ട്. സോ ഫൗണ്ടേഷൻ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ഞാൻ വളരെ ഒരു മീഡിയം കവറേജിലുള്ളൊരു ഫൗണ്ടേഷൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. നല്ല ഹെവി ഫൗണ്ടേഷൻസ് ഒന്നും ഞാൻ സാധാരണ മേക്കപ്പ് ട്യൂട്ടോറിയലിൽ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് വീഡിയോയിൽ ചെയ്യുന്ന മാതിരിയുള്ള ഒരു ഹെവി ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യാറില്ല. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാവും, കാരണം നമ്മൾ ഹോട്ടലിലാണ്. പുറത്ത് വണ്ടികൾ പോകുന്ന ശബ്ദവും മെട്രോ പോകുന്ന ശബ്ദവും ഹോണടിയും എല്ലാം കേൾക്കുന്നുണ്ടാവും. സോ പ്ലീസ് എക്സ്ക്യൂസ് ദാറ്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത്, മുഖം ഓൾറെഡി എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഓൾറെഡി ഇരിക്കുന്നത്. സോ ഞാൻ ഇനി പ്രൈമർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് എൽഫിൻ്റെ പട്ടി പ്രൈമറാണ്. സോ നല്ലൊരു നമുക്ക് പോഴ്സൊക്കെ കവർ ചെയ്യാനും ഒക്കെ ആയിട്ട് നല്ലൊരു പ്രൈമറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ചെടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണ്. വെളിച്ചം കുറച്ച് കുറവായിരിക്കും, കാരണം എൻ്റെ സ്റ്റുഡിയോ ലൈറ്റ്സൊക്കെ വീട്ടിലാണ്. ക്യാമറ മാത്രമാണ് ഞാൻ എടുത്തിട്ട് വന്നിരിക്കുന്നത്. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഈ ഒരു ലൈറ്റും കൂടി ഇട്ട് നോക്കട്ടെ. ചിലപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു സ്കിൻ കളർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇപ്പം നല്ലൊരു യെല്ലോ ലൈറ്റല്ലേ ഇരിക്കുന്നത്. സോ ഒരു സെക്കൻഡാണ്, ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഒരു ലൈറ്റ് കൂടി ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഫ്രണ്ടിൽ. അത് കുറച്ചുകൂടെ പിന്നെയും മുഖം നല്ല യെല്ലോയിഷ് ലൈറ്റാണ്. ഇത് നല്ല യെല്ലോ കളറിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഫൗണ്ടേഷൻ തേക്കുന്നതിന് മുൻപ് നമ്മൾ അപ്ലൈ ചെയ്ത പ്രൈമർ തെറ്റിപ്പോയതാട്ടോ. പ്രൈമർ നമ്മൾ അപ്ലൈ ചെയ്തതൊന്ന് ബ്ലെൻഡ് ചെയ്യാം എല്ലാ ഭാഗത്തേക്കും. നമ്മൾക്ക് പോഴ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മുഖം മുഴുവനായിട്ട് ഞാൻ കവർ ചെയ്തിട്ടില്ല. ജസ്റ്റ് കവിള, മൂക്ക്, ഒരു നെറ്റിൻ്റെ മീൻസ് ഫോർഹെഡ്, താടിയിൽ മാത്രമേ ഞാൻ തേച്ചിട്ടുള്ളൂ. ഇപ്പം അതിൻ്റെ എല്ലാ പാർട്സും ആയി. പക്ഷെ എന്നാലും ഞാൻ ഫുള്ളായിട്ട് മൊത്തമായിട്ടൊരു പ്രൈമർ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. കുറേ സ്ഥലത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് നോക്കുന്നതെന്ന് വിചാരിക്കരുത്. ഞാനിവിടെ ലെൻസിൻ്റെ വ്യൂ പോയിന്റിൽ നോക്കുന്നുണ്ട്, ലെൻസിലേക്ക് നോക്കുന്നുണ്ട്, മിറർ നോക്കുന്നുണ്ട്. എന്താണ് ക്യാമറ നോക്കി സംസാരിക്കാത്തത് എന്ന് വിചാരിക്കരുത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിനെ മാറ്റാം. സോ ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ്. ഇത് എനിക്ക് ഒരു 2-3 ഷെയ്ഡിൽ ആക്ച്വലി ഡാർക്കറാണ് ഇത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 155Y ടാൻ ആണ്. എനിക്കിത് കുറച്ച് ഡാർക്കാണ്. ഇതൊന്ന് ഇതിൻ്റെ യെല്ലോ ഷെയ്ഡിൽ തന്നെ ഒരു ഷെയ്ഡ് താഴെയുള്ളത് എടുത്താൽ മതിയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു 2 ഷെയ്ഡ് താഴെയുള്ളതായിരിക്കും എനിക്ക് പെർഫെക്റ്റായിട്ട് വരിക. ഓക്കെ, സോ എന്തായാലും എനിക്ക് കുഴപ്പമില്ല. ഇതൊരു മീഡിയം ആയിട്ടുള്ളൊരു കവറേജ് ഉള്ളൊരു ഫൗണ്ടേഷനാണ്. സോ എനിക്ക് ഇത് ട്രാവലിങ്ങിന് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത് ഞാനൊരു ചെറിയ ഒരു പമ്പ്, ചെറുതല്ല, അത്യാവശ്യം നല്ലൊരു പമ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നത് മാക്കിൻ്റെ സ്ട്രോക്ക് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് പിങ്കാണ് കേട്ടോ, പിങ്ക് ലൈറ്റ് ആയിട്ടുള്ള സ്ട്രോക്ക് ക്രീമാണ്. അപ്പോൾ അതും ഞാൻ ചെറിയൊരു ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെറിയൊരു നമുക്ക് നമ്മുടെ മുഖം തന്നെ നല്ലൊരു ഹെൽത്തി ഗ്ലോ വരുന്ന പോലെ തോന്നും. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ചില സമയത്ത് മാത്രമേ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുള്ളൂ, ചിലപ്പോൾ മൂഡ് പോലെ. ചില സമയത്ത് വെറും ഈ സ്ട്രോക്ക് ക്രീം മാത്രം തേച്ചിട്ട് ഞാൻ പോകാറുണ്ട്. കണ്ടോ, അത്ര ഹെവി ആയിട്ടൊന്നും എടുത്തില്ല. അല്ലെങ്കിൽ ഒരു 1/4 പമ്പ് കൂടെ നമുക്ക് എടുക്കാം. എന്നിട്ട് ജസ്റ്റ്
ഓക്കെ, ഇനി ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. ഇത് പാക്കും ജോവിറ്റ ജോർജിൻ്റെയും കൊളാബറേഷനിലുള്ളൊരു ബ്രഷ് സെറ്റാണ്. നൈക്കയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇനി ഇതിൻ്റെ ഓഫർ കഴിഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നല്ലൊരു ഫൗണ്ടേഷൻ ബ്രഷാണ് കേട്ടോ ഇത്. ഒരു ഫുൾ സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഒരു പൗച്ചിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം ബേസിക്കായിട്ട് മേക്കപ്പിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം ഇന്ന് ഞാൻ അവരുടെ ഫൗണ്ടേഷൻ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അവരുടെ ഏറ്റവും നല്ലത് കൺസീലർ ബ്രഷാണ് കേട്ടോ, ഏറ്റവും ബെസ്റ്റ് എനിക്ക് ഇഷ്ടമായത്. അതുപോലെ ഇതും എനിക്ക് നല്ലൊരു കളക്ഷനായിട്ട് എനിക്ക് തോന്നി. സോ ഈ ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, അത്ര ഹെവി കവറേജ് ഒന്നും അല്ല ഇത്. ഒരു സ്കിൻ ഇഫക്റ്റ് തന്നെ വരും. അതുമാതിരി നമ്മൾ മാക്കിൻ്റെ സ്റ്റോപ്പ് ക്രീമും ആഡ് ചെയ്തുകൊണ്ട് നല്ലൊരു നാച്ചുറൽ ഗ്ലോയും വരും. ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ എടുത്തിട്ട് വന്നിരിക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു റാൻഡമായിട്ട് കിട്ടിയത് എടുത്തിട്ട് വന്നിട്ടുണ്ടോ, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കൺസീലർ ആൻഡ് കറക്റ്റർ എന്ന് പറയുന്ന കൺസീലറാണ് ഞാൻ എടുത്തിട്ട് വന്നിരിക്കുന്നത്. സോ ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് മീഡിയം ഡീപ്പ് ടാൻ ആണ് കേട്ടോ ഷെയ്ഡ് എടുക്കുന്നത്. സോ ഇതിന് ഞാൻ ബ്ലെൻഡ് ചെയ്യാനുള്ള ആ പാക്കിൻ്റെ ജോവിറ്റ ജോർജിൻ്റെ കൊളാബറേഷനുള്ള കൺസീലർ ബ്രഷ് സൂപ്പറാണ്. പക്ഷേ അത് ഞാൻ വീട്ടിൽ വെച്ചിട്ട് വന്നിരിക്കുന്നു. സോ നമുക്ക് കയ്യിലുള്ള വേറൊരു റാൻഡം ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൺസീലർ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫൗണ്ടേഷൻ നമ്മൾ വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, നിങ്ങൾക്ക് കാണാൻ തന്നെ ഉണ്ടാവില്ല. ആ ഒരു ഡാർക്ക്നെസ് മായ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കവറൊക്കെ ഈ ഇതൊക്കെ മറയ്ക്കാം കേട്ടോ. എനിക്ക് വലിയ വിരോധമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു റാൻഡം ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. സോ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു കോമ്പാക്റ്റ് കണ്ണിൻ്റെ അവിടെയും കൺസീലർ അപ്ലൈ ചെയ്ത അവിടെ മാത്രം ഒന്ന് കോമ്പാക്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് നൈക്കയുടെ വാം ഹണി എന്ന് പറയുന്ന ഷെയ്ഡാണ്. വാം ഹണി എന്ന് പറയുന്ന ഷെയ്ഡിലുള്ള കോമ്പാക്റ്റാണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, റിയൽ ടെക്നിക്സിൻ്റെ പൗഡർ ബ്രഷാണ്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് കണ്ണിലൊന്ന് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ കൺസീലർ ഒന്ന് ക്രീസ് ആവാതെ ഇരുന്നോളും. എനിക്ക് ആ സ്ട്രോക്ക് ക്രീം അപ്ലൈ ചെയ്തതിൻ്റെ ആ ഗ്ലോ കളയണ്ട, ഫുൾ മാറ്റ് ആക്കണ്ട. ഈ ഒരു നല്ലൊരു ഹെൽത്തി ഗ്ലോ നിലനിർത്തണം. അതുകൊണ്ടാണ് ജസ്റ്റ് കൺസീലർ അപ്ലൈ ചെയ്തതോടെ മാത്രം നമ്മൾ കോമ്പാക്റ്റ് അപ്ലൈ ചെയ്തത് കേട്ടോ. അല്ല ഏതെങ്കിലും ഒരു ലൂസ് പൗഡർ അപ്ലൈ ചെയ്താലും മതി. ഓക്കെ, ഇനി നമുക്ക് പുരിയത്തിൻ്റെ കാര്യം നോക്കാം. ഐബ്രോയുടെ ഞാനിവിടെ എൻ്റെ വർഷങ്ങളായിട്ടുള്ള, ആക്ച്വലി ഇത് 2ാമത്തെ വർഷമാണ്, ഇതുവരെ കഴിഞ്ഞിട്ടില്ല, എവിടെ ആയിട്ടില്ല. ബെനിഫിറ്റ് ഡെക്കാ ബ്രൗ എടുക്കുകയാണ്. ഇത് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് നമ്പർ 6 ആണ്. എൻ്റെ ഷെയ്ഡല്ല, ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് 6 ആണ്. അപ്പോൾ അതിൽ തന്നെ ബ്രഷ് ഉണ്ട്. അത് വെച്ചിട്ട് പുരികം ഒന്ന് ഷേപ്പ് ഫില്ല് ചെയ്യാണ്. അപ്പോൾ പുരികം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐഷാഡോ അപ്ലൈ ചെയ്യാം. ഐഷാഡോ ഞാൻ എപ്പോഴും ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു ഐഷാഡോ ആണ് പുറത്ത് പോകുമ്പോൾ അപ്ലൈ ചെയ്യുക. കളേഴ്സ് ഒന്നും അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ എടുത്തിട്ട് വന്നിരിക്കുന്നത് ഹുഡ ബ്യൂട്ടിയുടെ എന്തെങ്കിലും ഗ്ലിറ്റർ അപ്ലൈ ചെയ്യണോ എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് വന്നതാണ്. അതിൽ നമുക്ക് ന്യൂട്രൽ കളേഴ്സും ഉണ്ട്. സോ ഞാൻ എപ്പോഴും ബ്രൗൺ ഷെയ്ഡാണ് പുറത്ത് പോകുമ്പോൾ സാധാരണ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. സോ ഇത് ഹുഡ ബ്യൂട്ടിയുടെ റോസ് ഗോൾഡ് പാലറ്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നല്ല ബ്രൗൺസ് ഉണ്ട്. ഈ ബ്രൗൺ ഷെയ്ഡ് എടുക്കുകയാണ്, സാൻഡൽവുഡ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ കണ്ണിൻ്റെ മേലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, താഴെ ഞാനൊരു കൊക്കോ എന്ന് പറയുന്ന ഷെയ്ഡ്, കുറച്ചുകൂടെ ഡാർക്ക് ബ്രൗൺ ആണ്, കുറച്ചുകൂടെ കാണിച്ചുതരാം. ഇതാണ് കൊക്കോ എന്ന് പറയുന്ന ഷെയ്ഡ്. അത് എടുത്തിട്ട് ഞാൻ താഴത്തെ ഐലാഷസിലേക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ,
അപ്പോൾ ഐ ഷാഡോ കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിലെഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ കാജലാണ്. വലിയ കണ്ണിന് ഇറിറ്റേഷൻസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു കാജലാണ്. പക്ഷെ സ്മഡ്ജാവും, ബട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം താഴത്തെ വാട്ടർ ലൈനിൽ ഞാൻ ഇതും മേലേക്ക് കണ്ണിൻ്റെ മേലേക്ക് ഞാൻ പ്ലമ്മിൻ്റെ കാജലും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അഥവാ സ്മഡ്ജാവാതെ കുറച്ച് നേരമൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പ്ലമ്മിൻ്റെ കാജലായിരിക്കും ഇടുക. അപ്പോൾ ഇപ്പം തൽക്കാലം നമുക്ക് അപ്പോൾ കാജലിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ഇതൊന്ന് ടൈറ്റ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലമ്മിൻ്റെ കാജൽ കൊണ്ട് മേലെ ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ ഇത് കണ്ണ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി നമ്മൾ മസ്കാര ഇടാം. ഞാൻ കണ്ണൊന്നും വേറെ ഇനി പുറത്തൊന്നും എഴുതാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഒരു ജെൽ ഐലൈനർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇനി മസ്കാര ഇടാൻ പോകണം. അപ്പോൾ മസ്കാരയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ലോറിയൽ പാരീസിൻ്റെ ലാഷ് പാരഡൈസ് എന്ന് പറയുന്ന മസ്കാര. നല്ല സൂപ്പർ വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. ഞാനിതുവരെ യൂസ് ചെയ്തതിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഡ്രഗ് സ്റ്റോർ മസ്കാര എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നിയർലി 450 rupees അങ്ങനെ എന്തോ ഉണ്ട്. ബട്ട് നല്ല മസ്കാരയാണ്, ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് ബ്ലഷാണ്. സോ ബ്ലഷിന് ഞാൻ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ ദ മെൽബ എന്ന് പറയുന്ന ഷെയ്ഡാണ്. നല്ലൊരു നാച്ചുറൽ കളറാണ് എനിക്കിത് തോന്നിയത്. അപ്പോൾ ഒരു ബ്രഷുണ്ട്. നമ്മൾ പൗഡർ യൂസ് ചെയ്യാൻ എടുത്ത ബ്രഷ് തന്നെ എടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു ബ്ലഷും അപ്ലൈ ചെയ്തു. ഇനിയുള്ളത് ഹൈലൈറ്ററാണ്. സോ ഹൈലൈറ്റർ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അതിന് പകരം ഞാൻ ഒരു എൽഫിൻ്റെ ഒരു മൾട്ടി സ്റ്റിക്ക് കൊണ്ടുവന്നിട്ട് ഇത് നമുക്ക് ഐ ഷാഡോ ആയിട്ട് ബ്ലഷായിട്ട് ലിപ്സ്റ്റിക്കായിട്ട് ഒക്കെ യൂസ് ചെയ്യാം. സോ ഇതിൽ കുറച്ച് ഷൈനിങ് ഉണ്ട്, കുറച്ച് ചെറിയൊരു ഗ്ലിറ്ററുണ്ട്. സോ ഞാൻ മെയിൻലി ഇതെപ്പോഴും ഹൈലൈറ്ററായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പീച്ച് ഷെയ്ഡാണ്. നമുക്ക് പല ഷെയ്ഡിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. കണ്ടോ, നമുക്കിങ്ങനെ ക്രീമാണ്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ബ്രഷ് കൊണ്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഹൈലൈറ്ററും അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇനി വരുന്നത് ഒരു ലിപ്സ്റ്റിക്കാണ്. സോ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ മിക്കവാറും വാലന്റൈൻസ് ഡേക്ക് ആയിരിക്കും വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു റെഡ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. അപ്പം ഞാനിത് എടുത്തിരിക്കുന്നത് ലാക്മേ ഫോർഎവർ മാറ്റ് ലിക്വിഡ് ലിപ് കളറാണ്. ഇത് ഷെയ്ഡ് വന്നിട്ട് റെഡ് ചെറിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചുണ്ടിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി കളറ്. ഇപ്പോൾ തന്നെ അത് കംപ്ലീറ്റ് മാറ്റായി. നല്ലൊരു ലിപ് കളർ കേട്ടോ. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇങ്ങനത്തെ കളർ അധികം അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഈ കംപ്ലീറ്റ് ആയിട്ട് മുടിയൊക്കെ ഒന്ന് ചെയ്തിട്ട് കംപ്ലീറ്റ് ലുക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. കുറച്ചുകൂടെ വെളിച്ചത്തിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കോണ്ടൂറിങ്ങോ ബ്രോൺസിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. ബ്ലഷ് തന്നെ ജസ്റ്റ് വെറുതെ ടച്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ബ്ലഷ് തന്നെ ഞാൻ കൊണ്ടുവരണമെന്ന് വിചാരിച്ചതല്ല. ജസ്റ്റ് കിട്ടിയപ്പോൾ എടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലിപ്സ്റ്റിക്ക് തന്നെ എടുത്തിട്ട് ജസ്റ്റ് കവളിൽ അപ്ലൈ ചെയ്യാണ്, ബ്ലഷായിട്ട് തേക്കുന്നതാണ് ചെയ്യാറുള്ളത്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് പേജിൽ ഫോളോ ചെയ്യുക. സോ നമ്മൾക്ക് പുതിയ
വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.